വെൽക്കം ടു ലേൺ വിത്ത് ഗൗരി. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നൗൺസിനെ പറ്റിയിട്ടായിരുന്നു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മെറ്റീരിയൽസ് വേണോ എന്നാൽ ഒന്നും നോക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ഡെയിലി പുതിയ വാക്കുകളും ഇഡിയംസും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊനൗൺസിനെ കുറിച്ചിട്ടാണ്. പ്രൊനൗൺസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്തായാലും നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. പ്രൊനൗൺസ് എന്ന് കേട്ടപ്പോ തന്നെ പലരുടെയും മനസ്സിലേക്ക് ഓടി വന്നൊരു ചിന്ത ഞാൻ പറയട്ടെ. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലേ, കുറച്ച് പ്രയാസപ്പെടേണ്ടി വരത്തില്ല ഈ ഒരു ടോപ്പിക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ പ്രൊനൗൺസ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ എളുപ്പം പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാരും പേനയും പേപ്പറും ഒക്കെ എടുത്ത് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രൊനൗൺസ്? പ്രൊനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൗൺസിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൗൺസ് എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവര് വേഗം ഓടിപ്പോയി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. അപ്പൊ നൗൺസ് എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, അതോ നിങ്ങൾ പറയുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, അത് തന്നെ. നമ്മുടെ എല്ലാവരുടെയും പേര്, ഏതൊരു സ്ഥലത്തിന്റെയും പേര്, വസ്തുക്കളുടെ എല്ലാ പേരുകളും നമ്മൾ നൗൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തിനാണ് ഈ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഉദാഹരണത്തിന് എടുക്കുക, അതിനകത്ത് സെയിം നെയിംസോ അല്ലെങ്കിൽ നമ്മുടെ പേര് തന്നെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് തന്നെ ആവർത്തിച്ച് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിന്റെ പേര് ആവർത്തിച്ച് പറയുക, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരത്തില്ല പ്രൊനൗൺസ് ഉണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ 7 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊനൗൺസ് ആണുള്ളത്. അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ 7 പ്രൊനൗൺസ് ഇതാണ്, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ ഈസ് ഐ. ഐ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാൻ. സെക്കൻഡ് വൺ യു, നീ. തേർഡ് വൺ വി, നമ്മൾ. ഫോർത്ത് വൺ ഈസ് ഹി, അവൻ. ഫിഫ്ത് വൺ ഈസ് ഷീ, അവൾ. സിക്സ്ത് വൺ ഈസ് ഇറ്റ്, അത്. അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊനൗൺ ആണിത്, ദേ, അവർ. അപ്പോൾ 7 എണ്ണമേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊനൗൺസ് ആയിട്ടുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഞാൻ എടുത്തു പറയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രൊനൗൺസ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. വീണ്ടും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പ്രൊനൗൺസ് ഇംഗ്ലീഷിലുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് നമ്മൾ ഈ ഒരു സീരീസിൽ നോക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇതൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെഷനിലേക്ക് പോകും. അപ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, പ്രധാനമായിട്ടും 7 പ്രൊനൗൺസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളത്. നമ്മൾ എന്തിനാണ് ഈ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്? നൗൺസ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു, റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആവർത്തന വിരസത തോന്നും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിപ്പോൾ ഒരു സെന്റൻസ് പറയാണ്, ജോൺ സെഡ് ജോൺ വുഡ് കം. അത് ഭയങ്കര ഒരു സുഖമില്ലാത്തൊരു സെന്റൻസ് ആയിട്ട് തോന്നിയില്ലേ? 2 പ്രാവശ്യം ജോൺ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അത് അത്ര സുഖമില്ല, കേൾക്കാനും സുഖമില്ല, വായിക്കാനും സുഖമില്ല, കാണാനും അത്ര രസമില്ല. അപ്പൊ അതിന് പകരമായിട്ട് ജോൺ സെഡ് ഹി വുഡ് കം എന്ന് നമുക്ക് പറയാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊനൗൺ ഏതാണ്? യെസ്, ഹി. ജോൺ ഒരു പുരുഷനായതുകൊണ്ടാണ് ഹി എന്ന് പറയുന്ന പ്രൊനൗൺ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്മൂത്ത് ഫ്ലോ. അതായത് നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എന്താണ്, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേർഡ്സ്, അതായത് ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ജോൺ സെഡ് ജോൺ വുഡ് കം. അപ്പോൾ ജോൺ എന്ന് പറയുന്ന 2 പ്രാവശ്യം നമ്മൾ എന്താണ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്ലോ, നല്ലൊരു സെന്റൻസിന്റെ ഒരു ഫോം അല്ല അത്. അപ്പോൾ നല്ലൊരു ഫോം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഓക്വേർഡ് ആയിട്ട് നമുക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ക്ലാരിറ്റി. നമുക്കിപ്പോൾ ഒരു കോൺവെർസേഷൻ പറയുമ്പോഴത്തേക്കും എന്താണ്, അത് കേട്ടിട്ടിരിക്കുന്ന ഒരാളൊരു കാര്യം നമ്മളോട് പറയുമ്പോഴത്തേക്കും അത് കേട്ടിരിക്കുന്ന ആൾക്ക് എന്താണ്, ഓക്കെ, ആരോട് പറയുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെങ്കിൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ കൂടത്തേ ഉള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊനൗൺസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള 3 കാരണം നമ്മൾ പഠിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊനൗൺസ് യൂസ് ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് ക്ലിയർ ആയെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന പ്രൊനൗൺ ആണ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, എല്ലാവർക്കും അറിയാം അല്ലെ? ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഹംഗ്രി.
എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇവിടെ ഐക്ക് പകരം നമുക്ക് ഏത് നൗൺ വേണേലും ചേർക്കാം. ചിലപ്പോൾ ഈ പറയുന്നത് ഒരു സ്ത്രീ ആകാം, ഒരു പുരുഷനാകാം. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരായിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ആ പേരെന്ന് പറയുന്നത് നമ്മൾ നൗണിലാണല്ലോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു നൗണിന് പകരമായിട്ടാണ് നമ്മൾ ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ദെൻ ഐ ലൈക്ക് ദ കളർ ബ്ലൂ വേറൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഐ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും ആകാം അല്ലെ? അപ്പൊ നൗണിന് പകരമായിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ഈ സെന്റൻസിലും യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഐ വെന്റ് ടു ദി പാർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഐ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും പേര് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അതിപ്പോ സ്ത്രീയാണോ പുരുഷനാണോ അതൊന്നും ഒരു വിഷയമല്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത് യു. യു എന്ന് പറഞ്ഞാൽ നീ. എക്സാമ്പിൾസ് നോക്കാം. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീ എൻ്റെ വളരെ നല്ല സുഹൃത്താണ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ്. യു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസ് വെച്ചിട്ട് യു എന്ന് പറയുന്നതും ഏതൊരു വ്യക്തിയുടെയും പേരാകാം. അപ്പോൾ ആ പേരിന് പകരമാണ് നമ്മൾ യു എന്ന് പറയുന്ന പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്. നീ നിന്റെ ഹോംവർക്ക് പൂർത്തിയാക്കിയിരുന്നോ. ഇവിടെ യു എന്ന് പറയുന്നത് ചിലപ്പോൾ ഏത് സ്റ്റുഡൻസ് വേണമെങ്കിലോ ഏതൊരു സ്റ്റുഡൻറ്റിനെയും നമുക്ക് യു എന്നുള്ളത് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. യു ഹാവ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. നമുക്ക് ഏതൊരാളോടും പറയാം അല്ലെ, നിനക്ക് നല്ല ഭംഗിയുള്ള ഒരു ചിരിയാണുള്ളത്. യു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരായിരിക്കാം, അത് ആരുമായിരിക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വി. വി എന്ന് പറഞ്ഞാൽ നമ്മൾ. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. വി ആർ ഗോയിങ് ടു ദി മൂവി. ഇവിടെ വി എന്നുള്ളത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, കുറെ ആൾക്കാരുണ്ടാവാം. ഓക്കെ. അപ്പോ എല്ലാ ആൾക്കാരുടെയും പേര് ഓരോന്നായിട്ട് എടുത്ത് പറയുന്നതിലും നല്ലത് വി എന്ന് പറയുന്ന പ്രൊനൗൺ അവിടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സെന്റൻസിന് നല്ലൊരു സ്മൂത്ത്നെസ്സും വരും, വളരെ ക്ലാരിറ്റിയിൽ നമുക്കത് വായിക്കാനും കേൾക്കാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ വി ആർ ഗോയിങ് ടു ദി മൂവി, ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോവുകയാണ്. വി എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പോൾ അവരുടെ എല്ലാം പേര് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ വി യൂസ് ചെയ്യുന്നു. ദെൻ ക്യാൻ വി ഹാവ് ഐസ്ക്രീം. നമുക്ക് ഒരു ഐസ്ക്രീം കഴിച്ചാലോ. ഇവിടെ വി എന്നുള്ളത് ചിലപ്പോൾ 2 പേരാകാം, 3 പേരാകാം. അവരുടെ ഒന്നും പേരെടുത്ത് പറയാതെ ഇവിടെയും വി എന്നുള്ള ഒരൊറ്റ പ്രോനൗണിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വി സ്റ്റഡി ടുഗദർ ഫോർ ദി ടെസ്റ്റ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 2 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ എല്ലാം പേര് പറയുന്നതിന് പകരം ഇവിടെയും വി എന്ന് പറയുന്ന പ്രോനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോനൗൺ ഇസ് ഹി. ഹി എന്ന് പറയുന്നത് അവൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ, യു, വി എന്നുള്ള 3 പ്രൊനൗൺസ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം ഒരു ജെൻഡർ ഡിഫറൻസ് ഈ 3 പ്രൊനൗൺസിലും കാണില്ല, നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഹി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരെ പറ്റി അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ പറ്റി പറയുമ്പോൾ മാത്രമാണ് ഹി എന്നുള്ള പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് മൈ ബ്രദർ. അവൻ എൻ്റെ ബ്രദറാണ്, അല്ലെങ്കിൽ അവൻ്റെ സഹോദരനാണ്. അപ്പോൾ സഹോദരന്റെ പേരിന് പകരം നമ്മൾ ഹി എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഹി ഹാസ് എ പെറ്റ് ഡോഗ്. അവനൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പോൾ അവൻ എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെ പേരാകാം. പക്ഷേ എന്താണ് ഇവിടെ വ്യത്യാസം? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീയോ പുരുഷനോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ എന്നുള്ളതായിരിക്കും ഇവിടെ ഹി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. അവൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഇവിടെ ഏതോ ഒരു പുരുഷന്റെ പേരാണ് ഉള്ളത്, അതിന് പകരമായിട്ട് നമ്മൾ ഹി എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊനൗൺ ഈസ് ഷീ. ഈ സ്ത്രീലിംഗം, അതായത് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഷീ എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ജെൻഡർ ഡിഫറൻസ് വളരെയധികം ഉണ്ട്. ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ. ഓക്കെ. 2 ജെൻഡറിനും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഈ 2 പ്രൊനൗൺസ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് എ ഗ്രേറ്റ് ടീച്ചർ. അവൾ വളരെ നല്ലൊരു ടീച്ചറാണ്. അവിടെ ടീച്ചറിന്റെ ഏത് ടീച്ചറാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, പേരും എടുത്ത് പറഞ്ഞിട്ടില്ല. അതൊരു സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഷീ എന്നുള്ള പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്തപ്പോഴത്തേക്കും. ദെൻ ഷീ ഡാൻസസ് ബ്യൂട്ടിഫുള്ളി. അവൾ വളരെ ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യും. ഇവിടെയും എന്താണ്, ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ പേര് പറഞ്ഞിട്ടില്ല. ദെൻ ഷീ ബേക്ക്ഡ് എ കേക്ക് ഫോർ ദി ഫാമിലി. അവൾ അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി. അതും ഒരു പെൺകുട്ടിയാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഷീ എന്നുള്ള പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നെക്സ്റ്റ് പ്രൊനൗൺ ഈസ് ഇറ്റ്. അത് പൊതുവായിട്ട് വ്യക്തിയെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇറ്റ് എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്യാറില്ല. പകരം ഏതെങ്കിലും ഒരു മൃഗത്തെ ആവാം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ഇറ്റ് എന്നുള്ള പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്തിട്ടിരിക്കുകയാണ്, അപ്പൊ മഴയാണ് പറയുന്നത്. അതൊരു
എന്താണ്, ഒരു നൗൺ ആണ്. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ, അതൊരു വ്യക്തിയല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ക്യാറ്റ്. ഇവിടെ ഒരു മൃഗത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്, മൃഗത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു പൂച്ചയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ് എന്നുള്ളത് യൂസ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇതൊരു വസ്തുവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇറ്റ് എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോനൗൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 പ്രോനൗൺസിലെ ഏറ്റവും അവസാനത്തെ പ്രോനൗൺ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ദേ, അവർ. ഇതില് വ്യക്തികൾ ഉണ്ടാവാം, അതിനിടയ്ക്ക് ഏതെങ്കിലും മൃഗങ്ങൾ ഉണ്ടാവാം, വസ്തുക്കൾ ഉണ്ടാവാം, എന്തുമാവാം. ഇതിന് യാതൊരു ജെൻഡർ ഡിഫറൻസും ഇല്ല. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ദേ ആർ മൈ കസിൻസ്. അവരെന്റെ കസിൻസ് ആണ്. ഇവിടെ നമുക്ക് വ്യക്തികളെ കുറിച്ചിട്ടാണ് പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം അവരെന്റെ കസിൻസ് ആണ് എന്ന് പറയണമെങ്കിൽ അതൊരു മനുഷ്യനായിരിക്കുമല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ എന്നുള്ള ആ ഒരു പ്രൊനൗണിലൂടെ ആ കസിൻസിന്റെ മുഴുവൻ പേരും പറയാതെ അവർ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ദേ എന്ന് പറയുന്ന പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുകയാണ്. ദെൻ ദേ ആർ മൈ ന്യൂ ഷൂസ്. ഇവ എൻ്റെ പുതിയ ഷൂസ് ആണ്. അപ്പോൾ ഒരു വസ്തുവാണ് ഇവിടെ ദേ എന്നുള്ള പ്രോനൗൺ യൂസ് ചെയ്തിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്യാറ്റ്സ് ആർ ഹംഗ്രി, ദേ വോണ്ട് ഫുഡ്. പൂച്ചകൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണം വേണം. ഇവിടെ ഒരു മൃഗത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ പറ്റിയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാറ്റ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ഹാവ് എ ഗുഡ് ഡേ.